ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ന്യൂ ഡിക്ലറേഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി, കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് റിമൂവൽ, ഡോപ്ലർ വെതർ റഡാർ നെറ്റ്വർക്ക്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോജക്റ്റ്, റിവൈസ്ഡ് ക്രിമിനൽ റിഫോംസ് ബിൽ, ഔട്ട്കംസ് ഓഫ് COP29, പ്ലേസസ് ന്യൂസ് ആയിട്ട് വീലർ ഐലൻഡ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ഡിക്ലറേഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ന്യൂ ഡിക്ലറേഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇന്ത്യ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു 2020 സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണ് GPAI അല്ലെങ്കിൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയും കൂടി ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു 29ഓളം രാജ്യങ്ങൾ അംഗമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിന്റെ 2024 ചെയർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നതിന്റെ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഡിക്ലറേഷൻ വന്നേക്കുന്നത്. ഡൽഹി ഡിക്ലറേഷൻ എന്നാണ് അതിന്റെ പേര്. ഈ ഡൽഹി ഡിക്ലറേഷനകത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ്, അതുപോലെ തന്നെ IPRന്റെ പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ഡാറ്റയുടെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിനും ഡെമോക്രാറ്റിക് വാല്യൂസിനും വരുന്ന ത്രെട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് ഡൽഹി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് ഈ AI ടെക്നോളജീസ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ആണ്. ഇത് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് കാനഡയും ഫ്രാൻസും ആണ്. 44ാമത്തെ G7 സമ്മിറ്റ് 2018 നടക്കുന്ന സമയത്താണ് ഇവരിത് പ്രപ്പോസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യപ്പെടുന്നത് 2020 ജൂണിലാണ്. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ OECD ആണ് ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ OECD അംഗരാജ്യങ്ങളല്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏകദേശം 29ഓളം രാജ്യങ്ങൾ ഇതിനകത്ത് നിലവിൽ മെമ്പേഴ്സ് ആണ്. ഇത് പ്രധാനമായിട്ടും ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി നമ്മുടെ മുന്നിൽ തരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ അതിന്റെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഈ ചാലഞ്ചസിനെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും അക്കാദമിയിൽ നിന്നുള്ള എക്സ്പേർട്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നേരിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പർപ്പസ് ആയിട്ട് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടെ 29 മെമ്പേഴ്സാണ് അതിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ടോപ്പിക് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ആണ്. ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് IMFന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ IMF ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് IMF ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബെയിൽഔട്ട് പാക്കേജ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിലൊരു സെക്കൻഡ് ട്രാൻസ് ആയിട്ട് ഏകദേശം $337 മില്യൺ ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് ശ്രീലങ്കയ്ക്ക് IMF ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയെ കുറിച്ച് നോക്കുന്നത്. എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് വലിയ രീതിയിലുള്ള പേയ്മെന്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു വൺ ഓഫ് ദി മെത്തേഡാണ് ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇംബാലൻസസ് വരാനുള്ള കാരണം ഈ സ്ട്രക്ചറലായിട്ടുള്ള ഇംപിഡിമെന്റ്സോ അല്ലെങ്കിൽ സ്ലോ ഗ്രോത്തോ അല്ലെങ്കിൽ ഇൻഹെറന്റ്ലി വീക്ക് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷനോ ആയിരിക്കും. അപ്പൊ അതിനെ നേരിടാനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ IMFലെ എല്ലാ മെമ്പർ കൺട്രീസ് ഫേസ് ചെയ്യുന്ന എല്ലാ മെമ്പർ കൺട്രീസും അല്ലെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സ് ഉള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓൾറെഡി നമ്മുടെ വീക്കർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവും, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഈ ലോ ഇൻകം കൺട്രീസ് ഒക്കെ ചില സമയത്ത് ഈ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയുടെ കൂടെ മറ്റൊരു കാര്യമാണ് എക്സ്റ്റെൻഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്, അതും യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂഷ്വലി എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു 3 വർഷ ടൈം പീരീഡിലേക്കാണ്. പക്ഷേ ഒരു 4 വർഷം വരെയൊക്കെ ഇത് അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാലങ്ങളും നമുക്ക് IMFന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ എക്കണോമിക്കകത്ത് വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോംസും ഇതിന്റെ ഭാഗമായിട്ട് IMF ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ടോപ്പിക് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് റിമൂവൽ അല്ലെങ്കിൽ CCS/CDR ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ COP28 ബന്ധപ്പെട്ടിട്ടാണ് ഈ ന്യൂസ് വീണ്ടും വന്നിട്ടുള്ളത്.
അപ്പൊ എന്താണ് ഈ കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു ടെക്നോളജിയാണ്, പക്ഷെ ഇപ്പോഴും ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്ത ഒരു ടെക്നോളജിയാണ്. അതായത് ബേസിക്കലി കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്കറിയാം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അല്ലെങ്കിൽ എമിഷന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, അതായത് ഈ രണ്ടാമതായിട്ട് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ അല്ലെങ്കിൽ CDR എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറയുന്ന കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാർബൺ ക്യാപ്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ട്, ഡയറക്റ്റ് എയർ ക്യാപ്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിനെ എല്ലാത്തിനെയും കൂടി കമ്പൈൻലി പറയുന്ന പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്നത്. ഈ കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്യുന്നതാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ആരംഭിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടെങ്കിലും ഇതിപ്പോഴും ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആയിട്ട് ഇപ്പോഴും അത് മെച്യൂർ ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ മറ്റൊരു ചാലഞ്ച് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഹൈ കോസ്റ്റ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ടും ലോങ് ടേം സ്റ്റോറേജ് ഓഫ് കാർബൺ, അതായത് ഈ കാർബൺ സ്റ്റോർ ചെയ്താൽ മാത്രം പോലുള്ളൂ, അത് ലോങ് ടേം ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതെല്ലാം തന്നെ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കാർബൺ റിമൂവലിന്റെ കേസിലാണെങ്കിൽ, CDRന്റെ കേസിലാണെങ്കിൽ ഈ അഫോറസ്റ്റേഷൻ, റിഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ ഡയറക്റ്റ് എയർ ക്യാപ്ചർ ഒക്കെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ലാൻഡാണ്. വലിയ രീതിയിൽ ഭൂമി ആവശ്യമാണ് ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ. അപ്പൊ അത് പലപ്പോഴും ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിനെയും ബയോഡൈവേഴ്സിനെയും ഒക്കെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ CDR എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡോപ്ലർ വെതർ റഡാർ നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഈ ഡോപ്ലർ വെതർ റഡാർ നെറ്റ്വർക്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ വെതർ പാറ്റേണിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഉടനീളം ഒരു ഡോപ്ലർ വെതർ റഡാർ നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഡോപ്ലർ റഡാർ എന്ന് മനസ്സിലാക്കുക. ഡോപ്ലർ റഡാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ മൂവിങ് ഒബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു റഡാറാണ് ഡോപ്ലർ റഡാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂഷ്വലി നമുക്ക് കാണാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ബോൾ ഫിക്സ് ചെയ്തതുപോലെ ആയിരിക്കും ഇത് യൂഷ്വലി കാണാൻ പറ്റും. അപ്പൊ ഇത് സിവിലിയൻ ആപ്ലിക്കേഷൻസിന്റെ കേസിൽ ഇത് ബേസിക്കലി വരുന്നത് ഈ വെതർ പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഡോപ്ലർ റഡാറിന് ഈ പേര് വരാനുള്ള കാരണം ഇത് ക്രിസ്ത്യൻ ഡോപ്ലർ എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. ആ ഡോപ്ലർ എഫക്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഡോപ്ലർ റഡാറിന് ആ പേര് വന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രൊജക്ട് ആണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രൊജക്ട് ആണ്. സോ അപ്പൊ അതിനകത്ത് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രൊജക്ട് എന്ന് പറയുന്നത് 1992-93 കാലഘട്ടത്തിൽ ഒരു SK കാലിയ കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ നബാർഡ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ പദ്ധതി വളരെ സിമ്പിൾ ആണ്. അതായത് ഇന്ത്യയിലുള്ള ഗ്രാമീണ മേഖലകളിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവദിച്ചുകൊണ്ട് അവർക്ക് ഫോർമൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസിലേക്കും ഒക്കെ ആക്സസ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നബാർഡും ഈ ബാങ്കിങ് സെക്ടർ RBIയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ RBIയും കൂടി ചേർന്നിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇനീഷ്യലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറീച്ചബിൾ ആയിട്ടുള്ള പുവർ ഹൗസ് ഹോൾഡുകൾക്ക് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് പിന്നീട് ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത്. സോ 92-93 കാലഘട്ടത്തിലാണിത് ഗവൺമെന്റ് അല്ലെങ്കിൽ നബാർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ പ്രോഗ്രാമിന് ഒരു 3 മോഡൽസ് ആണ് നബാർഡ് പറയുന്നത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ബാങ്കുകൾ ഗൈഡ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ഫിനാൻസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ NGOs, ഗവൺമെന്റൽ ഏജൻസീസ് എന്നിവ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ ബാങ്കുകൾ ഫിനാൻസ് ചെയ്യും. മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ NGOs പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ബാങ്കുകൾ ഈ NGOസിനെയോ അല്ലെങ്കിൽ ഫോർമൽ ഏജൻസീസ് ഓഫ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെയോ ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻസ് ചെയ്യുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ മോഡൽ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിവൈസ്ഡ് ക്രിമിനൽ റിഫോംസ് ബില്ലാണ്.
സോ നമുക്കറിയാം ഇന്ത്യയുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൊളോണിയൽ എറയിൽ വന്നിട്ടുള്ള 3 നിയമങ്ങളാണ്. അതായത് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അപ്പൊ ഈ 3 കൊളോണിയൽ എറ നിയമങ്ങളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിൽ 3 ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡ് ഓഫ് 1860 പകരം 1860 ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഒരു ബില്ലും, അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഓഫ് 1898 പകരം ഒരു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന ബില്ലും, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 പകരം ഒരു ഭാരതീയ സാക്ഷ്യ ബിൽ എന്ന് പറയുന്ന 3 ബില്ലുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ അത് പാർലമെന്ററി കമ്മിറ്റിയുടെ കൺസിഡറേഷനിലേക്ക് വിടുന്നത്. അപ്പൊ ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ആ ബില്ലിനെതിരായിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ടേംസ് ആൻഡ് ലാംഗ്വേജസ് ഒക്കെ വലിയ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ ബില്ല് പാർലമെന്റിൽ നിന്ന് ഗവൺമെന്റ് വിഡ്രോ ചെയ്യുകയും പുതിയൊരു ബില്ല് ചില മാറ്റങ്ങളോട് കൂടിയിട്ട് പുതിയൊരു ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ പുതിയ ബില്ലുകൾക്കകത്ത് നമ്മൾ നേരത്തെയുള്ള ബില്ലുകളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഓഗസ്റ്റിൽ വന്ന ബില്ലിൽ നിന്ന് ഇപ്പൊ ഈ ഡിസംബറിൽ വന്നിട്ടുള്ള പുതിയ ബില്ലിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഹാൻഡ് കഫിങ് പറ്റുന്ന, അതായത് പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് പറ്റുക എന്നുള്ളതിനകത്ത് എക്കണോമിക് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും കൈവിലങ്ങ് വെക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഈ ഓഗസ്റ്റിലുള്ള ബില്ലിലുണ്ടായിരുന്നു. പക്ഷെ എക്കണോമിക് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഒഫൻസസ് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഇപ്പൊ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് മേഴ്സി പെറ്റീഷൻ ഫോർ ഡെത്ത് സെന്റൻസിന്റെ കേസാണ്. സോ അപ്പൊ അതിനകത്ത് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ മേഴ്സി പെറ്റീഷൻ ഹോം ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവർണർമാരുടെ ആർട്ടിക്കിൾ 161 അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസിന്റെ അൺഅപ്പീലബിലിറ്റി, ഓക്കെ, അപ്പീൽ ചെയ്യാൻ പറ്റാത്ത ഓർഡേഴ്സിന്റെ സ്കോപ്പ് കുറച്ചും കൂടി ബ്രോഡൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഈ പറയുന്ന ബില്ലുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രപ്പോസ് ചെയ്യപ്പെട്ട പുതിയൊരു കാര്യമായിരുന്നു, ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന ചില പെറ്റി ക്രൈംസിനൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള കാര്യം പക്ഷെ അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുതിയ ബില്ലിനകത്ത് എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് റെമ്യൂണറേഷൻ കൂടാതെ കോടതി കൺവിക്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഈ ബില്ലിനകത്ത്, ഇപ്പൊ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ബില്ലിനകത്ത് വന്നിട്ടുള്ള മേജർ ചേഞ്ചസ്. ബാക്കിയുള്ള ഈ ഒരു 3 ബില്ലുകളെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ പുതുതായിട്ട് വന്ന ഈ ഡിസംബറിൽ വന്ന ബില്ലിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഈ UNFCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 28ാമത്തെ മീറ്റിംഗ് ഇപ്പൊ ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഔട്ട്കംസ് ആയിട്ട് പറയുന്നത്, ഒന്ന്, ഫോസിൽ ഫ്യൂൽസ് ഗ്രാജുവലി ഫേസ് ഔട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പല തരത്തിലുള്ള ഡോക്യുമെന്റ്സും ഇവർ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെ നമ്മൾ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ഇനീഷ്യേറ്റീവ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് ഇവർ അക്നോളജ് ചെയ്യുന്നുണ്ട്, ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. ഇനി അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി, ലോകത്തിലെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോസിൽ ഫ്യൂവൽസിൽ ഏറ്റവും അധികം എമിഷന് കാരണമാകുന്ന ഒന്നാണ് കോള്. അപ്പൊ കോളിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് കോളിന്റെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മീഥെയിൻ എമിഷൻ കട്ട് ചെയ്യാനുള്ള പ്രപ്പോസൽസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഓപ്പറേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ഓപ്പറേഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം $800 മില്യൺ ഇത്തരത്തിലുള്ള ഈ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിൽ നിന്ന് ഡിഫറെന്റ് രാജ്യങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡോപ്ഷൻ മെത്തേഡ്സിനുള്ള ഒരു ഗ്ലോബൽ ഗോൾ ഓൺ അഡോപ്ഷനും ഈ പറയുന്ന COP28 ഇപ്പോൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് വീലർ ഐലൻഡ് അല്ലെങ്കിൽ അബ്ദുൽ കലാം ഐലൻഡിനെ കുറിച്ചാണ്. സോ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ഒഡീഷ കോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഐലൻഡ് ആണ് ഈ വീലർ ഐലൻഡ്. ഇത് പണ്ട് വീലർ ഐലൻഡ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ APJ അബ്ദുൽ കലാം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഐലൻഡിന്റെ പേര് ഇപ്പോൾ അബ്ദുൽ കലാം ഐലൻഡ് എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഒഡീഷ കോസ്റ്റിലാണ്, ബേ ഓഫ് ബംഗാളിലാണ്. സോ ഇനീഷ്യലി അല്ലെങ്കിൽ ഫോർമലി ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വീലർ ഐലൻഡ് എന്നാണ്. അപ്പൊ ഈ വീലർ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് കമാൻഡന്റ് ആയിരുന്ന ലൂട്ടനന്റ് ഹ്യൂഗ് വീലർ എന്നുള്ള ആളുടെ പേരിൽ നിന്നാണ് ഈ പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീലർ ഐലൻഡ് നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ ഈ APJ അബ്ദുൽ കലാം ഐലൻഡ് നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നത്
നമ്മുടെ DRDO നടത്തുന്ന മിസൈൽ ടെസ്റ്റുകൾ മെജോറിറ്റിയും ഇവിടെ വെച്ചാണ് നടത്താറുള്ളത്. അപ്പോൾ DRDOയുടെ ഒരു ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഉണ്ട് മിസൈൽ ടെസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. ആ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഈ APJ അബ്ദുൽ കലാം ഐലൻഡ് അല്ലെങ്കിൽ ഈ വീലർ ഐലൻഡിലാണ്. ഇനി അതുപോലെ തന്നെ ഈ വീലർ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ബേ ഓഫ് ബംഗാളിൽ ആ പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള 5ഓളം ഐലൻഡുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലെ ഒരു ഐലൻഡാണ് ഈ പെർട്ടിക്കുലർ ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.